على أشرف المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളും നോമ്പുകളും നമസ്കാരങ്ങളും മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു മാപ്പാക്കി പരിശുദ്ധമായ റമളാനിന്റെ റഹ്മത്തും മഗ്ഫിറത്തും സ്വർഗപ്രവേശനവും നരകമോചനവും അതിൻ്റെയൊക്കെ ആനുകൂല്യങ്ങൾ അല്ലാഹു തആല നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മുടെ ഓരോ ദിനങ്ങളും നമ്മുടെ വർത്തമാന കാല സാഹചര്യങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഓരോ ദിവസവും നമുക്ക് വളരെ ദയനീയമായ ദുരന്തപൂരിതമായ വാർത്തകളും സാഹചര്യങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നത്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ റമളാനിന്റെ പവിത്രമായ ദിനരാത്രങ്ങളിൽ പോലും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വളരെ എത്രയോ പള്ളികൾ ഇടിച്ചു നിരത്തപ്പെട്ട ഒരു സാഹചര്യം, എത്രയോ വിശ്വാസികളെ ഇടിച്ചു കൊല്ലുകയും അതുപോലെ കഴുത്തു ഞെരിച്ചു കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന വളരെ ദയനീയമായ സാഹചര്യം. പലപ്പോഴും നാം പറയാറുണ്ട്, ഓരോ വർഷങ്ങളും നമ്മിലേക്ക് കടന്നു വരുമ്പോഴും അടുത്ത വർഷം നമുക്ക് നല്ല സന്തോഷത്തിന്റെ ഒരു വർഷമാകട്ടെ എന്ന് പലരും പ്രാർത്ഥിക്കാറുണ്ട്. ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഹദീസിലൂടെ കാണാം, മാമിൻ ആമിൻ ഇല്ലാ വല്ലദീ ബഅദഹു ശർറും മിൻഹു ഹത്താ തുൽഖു റബ്ബക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാമിൻ ആമിൻ, ഏതൊരു വർഷവും ഇല്ലാ വല്ലദീ ബഅദഹു, ആ വർഷത്തിന് ശേഷം വരുന്ന മറ്റൊരു വർഷം, ശർറും മിൻഹു, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ശർറിലായിരിക്കും. ഹത്താ തുൽഖു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നതുവരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരണപ്പെട്ട് റബ്ബിന്റെ അടുക്കലേക്ക് എത്തുന്നതുവരെയും. 2024 നാം പറഞ്ഞു, അന്ന് വയനാട്ടിലെ ദുരന്തവും പ്രളയവും അതുപോലെ തന്നെ ഒക്കെ കണ്ടപ്പോ അതിനേക്കാളും ഇനി ഭീകരമായ ഒരു അവസ്ഥ വരരുതേ എന്ന് പലരും പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ ഓരോ വാർത്തകളും കൊലകളും അത് നിലവിളികളും ഒക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോഴും ഒക്കെ നാം പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും ഓരോ വർഷം കടന്നു വരുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ശർറായിരിക്കും പിറ്റേ വർഷമെന്ന് ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് എത്രയോ അർത്ഥവത്താണ്. നമ്മൊന്ന് ചിന്തിച്ചു നോക്കണം. ഇന്നലെ ഞാൻ അവിടെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ റമളാനിന്റെ നോമ്പിനു വേണ്ടി, നോമ്പ് ഇടയത്താഴത്തിനു വേണ്ടി റോഡരികിൽ കാത്തുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻ, ഹാരിസ് എന്ന് പറയപ്പെടുന്ന 25 വയസ്സുകാരനായ ഒരു സഹോദരനെയാണ് UP-യിൽ ഫാസിസ്റ്റ് തീവ്രവാദികൾ വെടിവെച്ചു കൊന്നത്. അവന്റെ വീഡിയോ ഒക്കെ എല്ലാവരുടെ കയ്യിലും എത്തിക്കാണും. എത്രയോ ദയനീയമാണ് രംഗം. എത്രയോ പള്ളികളായി ഇടിച്ചു നിരത്തപ്പെട്ടത് നാം എത്ര അറിയുന്നുണ്ട്. ജാർഖണ്ഡിലെ ഒരു മനോഹരമായ പള്ളി ഇടിച്ചു നിരത്തുന്ന വീഡിയോകൾ നാം കണ്ടു. അതുപോലെ UP-യിലും അല്ലാതെയുമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എത്രയോ അള്ളാഹുവിന്റെ പള്ളികളാണ് ഇന്ന് ആഘോഷങ്ങളുടെ പേരിൽ. മുൻകഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരമായ ഒരു സംസ്കാര പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഒരു സമുദായത്തിന്റെ ആഘോഷം വരുമ്പോൾ മറ്റൊരു സമുദായത്തിന് ഒരു പ്രശ്നവുമില്ലാതെ അവരെയും കൂടി സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ചു കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു ഇന്ത്യ ആയിരുന്നു നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. പക്ഷേ വർത്തമാനകാല സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ 2-3 വർഷങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ ഇപ്പുറമായിട്ട് നാം മനസ്സിലാക്കി നോക്കുമ്പോൾ ഓരോ ആഘോഷങ്ങളും കൃത്യമായ ഒരു പ്ലാൻ ചെയ്യുന്നത് ഇതര സമുദായത്തിലെ മറ്റുള്ളവരെ ആക്രമിക്കാനും അവരെ ഉപദ്രവിക്കാനും അവരെ കൊലകൾ നടത്താനുമുള്ള കൃത്യമായ ആഘോഷങ്ങളാക്കി ഒരു വിഭാഗം മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഹോളി ആഘോഷത്തിന്റെ പേരിൽ നമുക്കറിയാം നമ്മുടെ സമുദായത്തിൽപ്പെട്ട മറ്റൊരു സഹോദരൻ, ഇതര സമുദായത്തിൽപ്പെട്ട മറ്റൊരു സഹോദരനെ പരീക്ഷയ്ക്ക് വേണ്ടി 24 വയസ്സുകാരനായ ഹൻസരാജ് എന്ന് പറയപ്പെടുന്ന ഒരു സഹോദരൻ, ആ സഹോദരൻ തന്നെ ലൈബ്രറി ഹാളിൽ ഇരുന്നിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാതെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഇതര സമുദായത്തിലെ സഹോദരനാണ്. പക്ഷേ ഹോളി ആഘോഷത്തിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രദേശവാസികളായ 2-3 ഫാസിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ ലൈബ്രറി ഹാളിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തിനെ മർദ്ദിക്കുകയും ബെൽറ്റിട്ടടിക്കുകയും ബൂട്ടിട്ട് ചവിട്ടുകയും അവസാനം മരിക്കാതെ വന്നപ്പോൾ കഴുത്തു ഞെരിച്ച് കൊല്ലുകയും ചെയ്ത വാർത്ത കഴിഞ്ഞ 2 ദിവസമായി നാം കേട്ടതാണ്. ഇങ്ങനെ നമ്മുടെ രാജ്യം വളരെ ദയനീയപൂർണമായ ദുരന്തപൂരിതമായ ഒരു അവസ്ഥയിലേക്ക്
നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മതേതര ഇന്ത്യയുടെ മഹത്തായ സംസ്കാരവും പാരമ്പര്യവും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ പൂർണ്ണമായും വീണ്ടെടുക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ രാഷ്ട്രീയം മറന്ന്, നമ്മുടെ കുട്ടികളുടെ നിറം മറന്ന് നാം എല്ലാവരും ഒരുമയോടുകൂടി മതവും രാഷ്ട്രീയവും അതിനപ്പുറമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ പൈതൃകവും പാരമ്പര്യവും ഒക്കെ കെട്ടിയെടുക്കാനുള്ള ശ്രമം നാം ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമയോടുകൂടി ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മറന്നിട്ട് പരിപൂർണമായി നമ്മുടെ രാജ്യത്തിന്റെ ഒരുമയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ രാജ്യത്ത് പരിപൂർണമായ സാഹോദര്യവും സ്നേഹവും അല്ലാഹു തിരിച്ചു നൽകി എല്ലാം സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ വർഷങ്ങൾ ചൊരിക്കുന്ന ഭരണാധികാരികളെ അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന്